അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ഐസു ഇസ്ലാമിക് ഇൻഫോ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ധർമ്മ അവസരം സൗഭാഗ്യമാണ്. നമ്മളൊരാളെ സഹായിക്കുമ്പോൾ നമുക്കൊരുപാട് ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട്. ദുനിയാവിൽ വെച്ചും ആഖിറത്തിൽ വെച്ചും ഒരുപാട് ഗുണങ്ങൾ എണ്ണിയാൽ തീരാത്ത അത്രയും മഹത്വങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും പല നിത്യരോഗങ്ങളിലും കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ്. അതിൽ നിന്നൊക്കെ നമുക്കൊരുപാട് രക്ഷ ലഭിക്കും. ഔദാര്യവാന്മാർക്ക് ലഭിക്കുന്ന മുഴുവൻ പ്രതിഫലവും ലഭിക്കും. നമുക്ക് പലതര ഉദ്ദേശങ്ങളുമുണ്ട്, അതൊക്കെ നമുക്ക് നിറവേറാം. ഭീതികളിൽ നിന്ന് രക്ഷ ലഭിക്കും. ദുർമരണത്തെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തുകൊള്ളും. ധർമ്മം ചെയ്യുന്നവൻ സമ്പത്തിനേക്കാൾ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തെ മാനിക്കുന്നവനാകും. വളരെ മോശം സ്വഭാവമായ അസൂയ, പക, വിദ്വേഷം ഇതൊക്കെ ഇല്ലാതെയാകാൻ ധർമ്മം കാരണമാകും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നല്ല അനന്തരാവകാശിയെ നമുക്ക് ലഭിക്കുമെന്ന്. ധർമ്മം ചെയ്യുന്നവൻ്റെ അമലുകൾക്ക് 10 മുതൽ 70 ഇരട്ടിയും മേലെയും പ്രതിഫലം നൽകപ്പെടുമെന്നാണ് പറയപ്പെടുന്നത്. ദുനിയാവിൽ വെച്ച് തന്നെ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ധർമ്മം തരുന്നുണ്ട്. സാമ്പത്തിക ശുദ്ധീകരണം, രണ്ടാമത് തിന്മകളിൽ നിന്ന് ശരീരത്തെ ശുദ്ധീകരിക്കും, മൂന്നാമതായിട്ട് അപകടങ്ങളെയും രോഗങ്ങളെയും പ്രതിരോധിക്കും, നാലാമതായിട്ട് മിസ്കീന്മാർക്ക് സന്തോഷം പകരുന്നു, പിന്നെ അഞ്ചാമതായിട്ട് സമ്പത്തിൽ അഭിവൃദ്ധിയും ഭക്ഷണ വിശാലതയും ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. കുറഞ്ഞതോ കൂടുതലോ ആയിക്കൊള്ളട്ടെ, നമുക്ക് പണം തന്നെ ധർമ്മം ചെയ്യണമെന്നൊന്നുമില്ല. നമ്മളെക്കൊണ്ട് കഴിയുന്ന നമ്മുടെ ശരീരം കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്നെങ്കിൽ, ഒരാൾക്കൊരു ജോലി എടുത്തു കൊടുക്കുക, അത്തരത്തിൽ വരെ അതുവരെ ഒരു ധർമ്മമായിട്ടാണ്. ഒരു പുഞ്ചിരി പോലും ദാനമാണ്, ധർമ്മമാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊക്കെ വരുമ്പോൾ റോഡ് മുറിച്ച് കിടക്കാൻ പ്രായമായവർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മളൊരു കൈ കൊടുത്ത് സഹായിച്ച് അവരെ അപ്പുറത്തൊക്കെ കടത്താനൊക്കെ ശ്രമിച്ചാൽ അതൊക്കെ ഭയങ്കര കൂലിയുള്ള കാര്യമാണ്. അതുപോലെ നമ്മുടെ കഴിവിനനുസരിച്ച് എങ്ങനെയാണ് നമുക്കൊരാളെ സഹായിക്കാൻ കഴിയുന്നു, അതെല്ലാം ധർമ്മമാണ്. ഭക്ഷണം കൊടുത്തിട്ടായാലും ഒക്കെ ഇതെല്ലാം നാളെ മീസാനിൽ നന്മയുടെ ഭാരം വർദ്ധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ആഖിറത്തിലും ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ലഭിക്കാനുണ്ട്. കഠിന ചൂടിൻ്റെ ഘട്ടം തണൽ ലഭിക്കും, അഥവാ അർശിൻ്റെ തണൽ ലഭിക്കാൻ ഈ ദാനധർമ്മം കാരണമാകും. അതുപോലെ വിചാരണ ലഘൂകരിക്കപ്പെടും, മീസാനിൽ നന്മയുടെ ഭാരം വർദ്ധിക്കും, സിറാത്ത് പാലം വിട്ടുകടക്കാൻ സഹായിക്കുന്നു, സ്വർഗീയ പദവികൾ അധികരിക്കും. ധർമ്മിഷ്ഠനെ കുറിച്ച് സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ധർമ്മിഷ്ഠനായി ഒരാൾ മരിച്ചാൽ ഭൂമിയും സംരക്ഷകരായ മലക്കുകളും പറയും, ദാനം ചെയ്ത കാരണത്താൽ ദുനിയാവിൽ വെച്ച് തന്നെ നിന്റെ അടിമയുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണം. വിശുക്കൻ മരിച്ചാൽ അവർ പറയും, ഇദ്ദേഹത്തെ സ്വർഗത്തെ തൊട്ട് തടയണം. ദുനിയാവ് കയ്യിലുണ്ടായപ്പോൾ നിന്റെ അടിമകളെ തടഞ്ഞവരാണവൻ. സമ്പത്ത് ഇരുലോകത്തും ഉപകരിക്കുന്നവനാണ് ഉത്കൃഷ്ടൻ. അനാഥകൾക്കും അഗതികൾക്കും ധർമ്മം ചെയ്യുക, മതസ്ഥാപനങ്ങളുടെ പരിപാലനത്തിന് സഹായിക്കുക, അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ നിർമ്മിക്കുക, വഴിയാത്രക്കാർക്ക് സൗകര്യമാകും വിധം വഴിയമ്പലങ്ങൾ നിർമ്മിക്കുക, രോഗികൾക്ക് ആശ്വാസം പകരുക, കിണർ കുഴിച്ച് വെള്ളം ആവശ്യക്കാർക്ക് നൽകുക, വീട്ടിൽ അതിഥികളെ വിളിച്ചു വരുത്തി ഭക്ഷണം കൊടുക്കുക, യാചിച്ചു വരുന്നവരുടെ നന്മ മനസ്സിലാക്കി സഹായിക്കുക തുടങ്ങിയവയെല്ലാം സ്വർഗപ്രവേശനത്തിന് കാരണമാകുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവവിശ്വാസവും ശുദ്ധ ഹൃദയവും ധർമ്മം സ്വീകാര്യമാവാൻ നിബന്ധനയാണ്. ഏതെങ്കിലും ഒരു വ്യക്തി ദാനം ചെയ്യുകയും ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുകയും അത്യുദാത്തമായ സ്വർഗത്തെ അംഗീകരിക്കുകയും ചെയ്താൽ വിജയത്തിൻ്റെ വഴി അള്ളാഹു അവന് സുഗമമാക്കി കൊടുക്കുന്നതാണ്. തീർച്ചയായിട്ടും നമ്മളൊരാളെ സഹായിച്ചാൽ, ഒരാൾക്ക് എന്തെങ്കിലും നമുക്ക് അത്യാവശ്യമുള്ള സംഭവമാണ് നമ്മൾ ഒരാൾക്ക് ദാനമായിട്ട് കൊടുക്കേണ്ടത്. അല്ലാതെ നമുക്ക് വലിയ ആവശ്യമില്ല എന്ന് കരുതുന്ന സംഭവമൊന്നും ഒരാൾക്ക് ദാനമായിട്ട് കൊടുക്കലില്ല. നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സംഭവം, ഒരു ഡ്രസ്സോ എന്തെങ്കിലും ഒരു സാധനം ഒരാൾക്ക് കൊടുക്കുമ്പോൾ അതിനാണ് ഏറ്റവും കൂലി. അതൊരിക്കലും നമുക്ക് നഷ്ടപ്പെട്ടു നമ്മൾ ഇന്ന് കരുതേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഇരട്ടിയായിട്ട്
ഏതെങ്കിലും മാർഗത്തിലൂടെ, ഏതെങ്കിലും വഴിയിലൂടെ നമുക്കത് അതിൻ്റെ ഇരട്ടിയായിട്ട് അള്ളാഹു നമുക്ക് തിരിച്ചു നൽകുന്നതാണ്. അതൊരിക്കലും നമുക്ക് ധനനഷ്ടം, ഒരിക്കലും ധർമ്മം നമുക്ക് ധനനഷ്ടം വരുത്തുകയില്ല. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ് സദഖ. എല്ലാവരെയും സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അടുത്ത വീഡിയോയിൽ നമുക്ക് പിശുക്കിനെ കുറിച്ച് സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.